ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെ ആരാധിക്കണം, ആരെയൊക്കെ ആദരിക്കണം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ആരെ ആരാധിക്കണം എന്നുള്ള അറിവ് നമ്മളെ അനുഗ്രഹത്തിലേക്കും സ്വർഗത്തിലേക്കും എത്തിക്കും. ആരെയൊക്കെ ആദരിക്കണം എന്നുള്ള അറിവ് ഈ ഭൂമിയിൽ തന്നെ നാം അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു കാരണമായി തീരും. ഇതുമായി ബന്ധപ്പെട്ട് അനവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. കൈസരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റോമൻ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പത്രോസിനെക്കുറിച്ചുള്ള അറിവ്, പത്രോസിനോടുള്ള ആദരവും ആരാധനയും വർദ്ധിപ്പിച്ചു. താൻ പത്രോസിൻ്റെ മതത്തിൽപ്പെട്ട വ്യക്തിയല്ലായിരുന്നെങ്കിൽ പോലും ആളയച്ച് തൻ്റെ വീട്ടിലേക്ക് പത്രോസ് അപ്പോസ്തലനെ വരുത്തുകയാണ്. ആ കാലങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. തൻ്റെ നിഴൽ തട്ടിയാൽ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. മരിച്ചവർ പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാൽ ജീവൻ പ്രാപിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹീതനായ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പത്രോസ്. അങ്ങനെ ഈ ക്യാപ്റ്റൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പത്രോസ് യോപ്പയിൽ നിന്ന് കൈസരിയിലെത്തി. കൈസരിയിലെത്തിയപ്പോൾ ഈ കൊർന്നലിയോസ്, ഈ ക്യാപ്റ്റൻ പത്രോസിൻ്റെ കാൽക്കലേക്ക് വീണ് തന്നെ നമസ്കരിക്കുകയാണ്. പത്രോസ് ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. താൻ വേഗം അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഈ ആരാധനയ്ക്ക് ഞാൻ യോഗ്യനല്ല എന്ന് പത്രോസ് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങളിൽ ഈ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നലിയോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഇതിനാണ് ആരാധന എന്ന് പറയുന്നത്. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞു. കൊർന്നലിയോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരെ ആരാധിക്കണമെന്നൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പത്രോസ് ഒരു ദൈവമാണ്. കാരണം മരിച്ചവരെ ഉയർപ്പിക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്നു, യേശുവിൻ്റെ ശിഷ്യനാണ്. പക്ഷേ ഇവിടെ പത്രോസ് ഒരാൾ ദൈവമാകുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം താൻ ഒരു മനുഷ്യനാണെന്ന് തനിക്കറിയാം. അത് താൻ പറയുകയാണ്, നീ എന്നെയല്ല നമസ്കരിക്കേണ്ടത്, ഞാൻ നിന്നെപ്പോലെ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ എന്നിലൂടെ എന്തെങ്കിലും അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം സർവശക്തനായ ദൈവം ചെയ്യുന്നതാണ്. ആ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, എന്നെ ആരാധിക്കരുത്. ഞാൻ നിന്നെപ്പോലെ കേവലം ഒരു മനുഷ്യനാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള ചിന്തയാണ് ഈ ക്യാപ്റ്റന് പത്രോസ് വീട്ടിൽ ചെന്ന് ആദ്യമായി പഠിപ്പിക്കുന്നത്. പിന്നെയും അപ്പോസ്തലന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പൗലോസും ബർണബാസും ലുസ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ ജന്മനാ മുടന്തനായൊരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. അതൊരു ക്ഷേത്ര നഗരിയാണ്. ധാരാളം ഭക്തന്മാരവിടെയുണ്ട്. 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. ഒരു പക്ഷേ ഭിക്ഷ യാചിക്കുവാനോ വല്ലോ ഈ മുടന്തൻ അവിടെ ഇരിക്കുകയായിരിക്കും. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അവനെ. അവൻ പൗലോസിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചു. പൗലോസ് ഈ മുടന്തനെയും ശ്രദ്ധിച്ചു. യേശുവിൻ്റെ നാമത്തിൽ അവനോട് എഴുന്നേറ്റ് നടക്കാനായിട്ട് താൻ കൽപ്പിക്കുന്നു. എല്ലാവരും കേൾക്കുകയാണ് താൻ കൽപ്പിക്കുന്നത്. ക്ഷണത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ജനിച്ച ഈ മനുഷ്യൻ, ആ നാട്ടുകാർക്കെല്ലാം വളരെ സുപരിചിതനായിരിക്കുന്ന ഈ മുടന്തൻ പൂർണ്ണ ആരോഗ്യമുള്ളവനായിട്ട് തുള്ളിച്ചാടുകയാണ്. ഇത് കണ്ട് ജനം അത്ഭുത പരവശരായി. എന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞു, ഇവർ മനുഷ്യരല്ല, നമ്മുടെ ദൈവം മനുഷ്യരൂപത്തിൽ നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലെ പൂജാരിമാരുൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ ഈ പൗലോസിൻ്റെയും ബർണബാസിൻ്റെയും അടുക്കിലേക്ക് പൂമാലകളായിട്ടും യാഗങ്ങൾ കഴിക്കേണ്ടതിനും
ആരാധിക്കേണ്ടതിനുമായിട്ട് ഓടി വരികയാണ്. ഈ സന്ദർഭത്തിൽ പൗലോസും ബർണബാസും കൂടെ ചേർന്ന് ഒച്ചത്തിൽ അവരോട് പറയുകയാണ്, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങളെ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, നിങ്ങൾ ആരാധിക്കേണ്ടത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യദൈവത്തിൻ്റെ ആരാധനയെക്കുറിച്ച്, ആരെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ള സനാതന സത്യം ആ ക്ഷേത്ര നഗരിയിൽ നിന്ന് പൗലോസ് വിളിച്ചു പറയുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ചരിത്രം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 14:8 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാത്തതുമായ ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, വാക്യം 10, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്നുറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. വാക്യം 11, പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്യോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ബർണബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യപ്രസംഗികയാകയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിൻ്റെ മുൻപിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളയെയും പൂമാലകളെയും ഗോപുരത്തെങ്കിൽ കൊണ്ടുവന്നു പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. വാക്യം 14, ഇത് അപ്പോസ്തലന്മാരായ ബർണബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത്. വാക്യം 15, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എത്ര ശക്തമായ ഒരു പ്രഭാഷണമാണിത്! അല്പം പോലും വഞ്ചനയും ചതിയുമില്ലാത്ത ഒരു ദൈവീക അത്ഭുതം ഇവിടെ നടന്നിരിക്കുകയാണ്. ഇവിടെ വേണമായിരുന്നെങ്കിൽ അവർക്ക് ഒരു മതകേന്ദ്രമുണ്ടാക്കാമായിരുന്നു, അവിടെ ഒരു സ്മാരകം പണിയാമായിരുന്നു. എല്ലാ വർഷമോ മാസമോ അവിടേക്ക് ഭക്തരെ വിളിച്ചുകൂട്ടി നേർച്ചകളും കാഴ്ചകളും സ്വീകരിക്കാമായിരുന്നു. പക്ഷേ ഇതൊക്കെ തെറ്റാണ് എന്ന് വളരെ വ്യക്തമായി കൃത്യമായിട്ട് ദൈവാരാധകനായ പൗലോസിനറിയാമായിരുന്നു, ബർണബാസിനറിയാമായിരുന്നു. അതുകൊണ്ട് വിളിച്ചു പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ മനുഷ്യരാണ്. ഈ അത്ഭുതം നടന്നത് ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല, ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ് ഈ അത്ഭുതം നടത്തിയത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെയല്ലേ ആരാധിക്കേണ്ടത്? ഈ സൗഖ്യം പ്രാപിച്ച് ഇവനെയുമല്ലേ ആരാധിക്കേണ്ടത്? ഈ അത്ഭുതം നടന്ന ഈ സ്ഥലത്ത് വന്നുമല്ല ആരാധിക്കേണ്ടത്. സർവ്വവ്യാപിയായ സർവശക്തനായ സർവജ്ഞാനിയായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ള ആ സനാതന സത്യം ആ ക്ഷേത്ര നഗരിയിൽ നിന്നുകൊണ്ട് പൗലോസ് വിളിച്ചു പറയുകയാണ്. ആരാധന ഒരിക്കലും മനുഷ്യർ കൊടുക്കുവാൻ പാടില്ല. അവരാരായിരുന്നാലും, അവരിലൂടെ എന്തെല്ലാം അത്ഭുതങ്ങൾ നടന്നാലും, അവരോട് പ്രാർത്ഥിക്കുവാനോ അവരെ ആരാധിക്കുവാനോ ആ സ്ഥലത്ത് വന്ന് വണങ്ങി നിൽക്കാനോ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാനോ ഒരു ദൈവാരാധന കഴിയുകയില്ല. കാരണം അത് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഒരു മ്ലേച്ഛതയും ദൈവത്തെ അപമാനിക്കുന്നതും അത് ജനത്തെ ചൂഷണം ചെയ്യുന്നതും ജനത്തെ വഞ്ചിക്കുന്നതുമായ ഒരു അന്യ ആരാധനയാണ്. എന്നാൽ ആദരിക്കേണ്ടവരെ ആദരിക്കണം. ദൈവത്തിന് വേണ്ടി ജീവിച്ച അനുഗ്രഹീതരായ ദൈവഭക്തന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ ആദരിക്കണം. അവരിൽ നിന്നുള്ള നല്ല 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 വശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. പക്ഷേ ആരാധന ദൈവത്തിന് മാത്രമായിരിക്കണം. ആരെയാണ് ആരാധിക്കേണ്ടത്, ആരെ ആരാധിക്കരുത് എന്നുള്ളൊരു അറിവ് ചെറിയ കാര്യമല്ല. വെളിപ്പാട് പുസ്തകത്തിലെ അത്ഭുതകരമായ കാര്യങ്ങൾ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും കാണുവാൻ കഴിയാതിരുന്നതും ഇപ്പോൾ അവർ കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദൂതൻ ദൈവത്താൽ നിയോഗിതനായിട്ട്
യോഹന്നാൻ്റെ അടുക്കലേക്ക് വന്ന് യോഹന്നാൻ അതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ആ വെളിപ്പാടുകളെല്ലാം തീരുകയാണ്. യോഹന്നാൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് ഒരുങ്ങിയ വേളയിൽ ഈ യോഹന്നാൻ, യേശുവിൻ്റെ അപ്പോസ്തോലൻ, ഈ ദൂതൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ്. ഉടനെ ദൂതൻ പറയുകയാണ്, അരുത്, ഞാനും നീയും എല്ലാവരും ദൈവത്തിൻ്റെ ഭൃത്യന്മാരാണ്. സർവേശ്വരനായ സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് ഒരു അപ്പോസ്തോലനെ ഒരു ദൂതൻ പഠിപ്പിക്കുന്ന രംഗം വിശുദ്ധ ബൈബിളിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഈ കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. വാക്യം 9. എന്നാൽ അവൻ എന്നോട്, അരുത്, ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. മനുഷ്യനെ ആരാധിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ദൂതന്മാരെ, വിശുദ്ധരായ ദൂതന്മാരെ, സ്വർഗത്തിൽ വസിക്കുന്ന ദൂതന്മാരെ, ദൈവിക ദൗത്യവുമായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ദൂതന്മാരെയും ആരാധിക്കാൻ പാടില്ല. അവരാരാധനയ്ക്ക് അർഹരല്ല, അവരാദരിക്കപ്പെടണം. അത് അപ്പോസ്തലനായ യോഹന്നാനെ, യേശുവിൻ്റെ മാർവിൽ ചാരിക്കിടന്ന് വചനം പഠിച്ച യോഹന്നാന് പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം ചിന്തനീയമായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെ ആരാധിക്കണം എന്നുള്ള അറിവ് ഒരു ചെറിയ കാര്യമല്ല. അല്ലെങ്കിൽ ആരാധന എന്ന കാര്യത്തിൽ തന്നെ ശാപമുണ്ടാകാം, അനർത്ഥമുണ്ടാകാം. അതിനുശേഷം ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ദൈവം എൻ്റെ ആരാധന കേട്ടില്ല, അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. നീ ആരോടാണ് പ്രാർത്ഥിച്ചത്? ആരെയാണ് നീ ആരാധിച്ചത്? നീ പ്രാർത്ഥിച്ചത് വാസ്തവത്തിൽ ദൈവത്തോടാണോ? നീ ആരാധിച്ചത് വാസ്തവത്തിൽ സത്യദൈവത്തെയാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഒത്തിരി ഉപവസിച്ചിട്ടും ഞാൻ അത് ചെയ്തിട്ടും ഇത് ചെയ്തിട്ടും എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ല എന്ന് വിളിച്ചു കൂകാനായിട്ട്. അതിനു മുൻപ് നീ ആരെ ആരാധിച്ചു, ആരോട് പ്രാർത്ഥിച്ചു എന്നൊരറിവ് ഓരോ ആരാധകർക്കും ഓരോ പ്രാർത്ഥനക്കാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാത്താനെ, ലൂസിഫറിനെ ആരാധിക്കുന്ന ആരാധന കേന്ദ്രങ്ങളുണ്ട്. പേര് പറഞ്ഞു തന്നെ ആരാധിക്കുന്ന ആരാധന കേന്ദ്രങ്ങളുണ്ട്. സാത്താനാണ് തങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുകയാണ്. അവൻ വാസ്തവത്തിൽ ഈ ലോകത്തിൻ്റെ ദൈവം തന്നെയാണ്. പക്ഷേ സൃഷ്ടിതാവായ ദൈവമല്ല, സത്യദൈവമല്ല, അവിശ്വാസികളുടെ ദൈവമാണ്. പക്ഷേ ഈ സാത്താന്യ ആരാധനയ്ക്ക് മുൻപ് തന്നെ സാത്താന്യ ആരാധനകൾ ഇവിടെ ഉണ്ട്. പിശാചിനെ ആരാധിക്കുന്നവർ ആ പേര് തന്നെ പറഞ്ഞ് പിശാചുക്കളുടെ പല പേരുകളിൽ ആരാധിക്കുകയും നേർച്ചകൾ, കാഴ്ചകൾ കഴിക്കുകയും ഗുരുതി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ആരാധന കേന്ദ്രങ്ങൾ ലോകമെമ്പാടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയൊക്കെ ആരാധിച്ച് ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരും നശിച്ചവരും തകർന്നവരും ഉയർന്നവരുടെയും ഒക്കെ ചരിത്രങ്ങൾ അവർ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഒരിക്കൽ യേശുവിനെ സാത്താൻ ലോകത്തിൻ്റെ എല്ലാ മഹത്വവും കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, വീണെന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് നൽകാം എന്ന് പറഞ്ഞാൽ നീ അപമാനിക്കപ്പെടുകയില്ല, നിന്ദിക്കപ്പെടുകയില്ല, മുൾമുടി ചൂടേണ്ടി വരികയില്ല, കുരിശെടുക്കേണ്ടി വരികയില്ല, ഗോൽഗോത്തായിൽ യാഗമാകേണ്ടി വരികയില്ല. എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ മതി. ഈ ലോകത്തിലെ മുഴുവൻ മഹത്വം, ഇതിൻ്റെ അധികാരമെല്ലാം എനിക്ക് നിനക്ക് തരുവാനായിട്ട് കഴിയും. യേശു പിശാചിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഭോ പിശാചേ, ആരാധന ദൈവത്തിന് മാത്രം ഉള്ളതാണ്. ഇത് സംബന്ധിച്ച് യേശു പറഞ്ഞത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ഞാൻ വായിക്കാം. പിന്നെ പിശാച് യേശുവിനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. വാക്യം 10. യേശു അവനോട്, സാത്താനേ, എന്നെ വിട്ടുപോകൂ,
നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, ഭരണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, പണസമ്പാദനത്തിന് വേണ്ടി, ബിസിനസ്സിൻ്റെ പുരോഗമനത്തിന് വേണ്ടി, ശത്രുക്കളെ നിഗ്രഹിക്കേണ്ടതിന് വേണ്ടി, കോടതിയെ സ്വാധീനിക്കേണ്ടതിന് വേണ്ടി പിശാചിനെയൊക്കെ ആശ്രയിച്ച് മന്ത്രവാദികളുടെയും ക്ഷുദ്രപ്രയോഗക്കാരുടെയും ഒക്കെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ യേശു പറഞ്ഞ ഈ വചനങ്ങൾ ഓർക്കണം. സാത്താനെ ആരാധിച്ചാൽ താൽക്കാലികമായി ചില നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. പക്ഷേ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമെന്നും അവസാനം സാത്താൻ കിടക്കുന്ന നരകത്തിൽ തന്നെ പോകേണ്ടി വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ലോകത്തിൽ ഒന്നും ലഭിച്ചില്ലെങ്കിലും ഇവിടുത്തെ അധികാരവും ഇവിടുത്തെ മഹത്വവും ഒന്നും ലഭിക്കാതെ സത്യദൈവത്തെ ആരാധിച്ച് മുൾമുടി ചൂടേണ്ടി വന്നാലും, കുരിശെടുക്കേണ്ടി വന്നാലും, ക്രൂശിക്കപ്പെടേണ്ടി വന്നാലും, മരിക്കേണ്ടി വന്നാലും മരണം അവസാനമല്ല, ഉയർത്തെഴുന്നേൽക്കും. ഒരു സ്വർഗമുണ്ട്, നിത്യതയുണ്ട്, അനുഗ്രഹമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം താൽക്കാലിക നേട്ടത്തിന് വേണ്ടി പിശാചിനെ ആരാധിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളെ ആരാധിക്കാനായിട്ട് കഴിയുമോ? വളരെ വർഷങ്ങൾക്ക് മുൻപ്, ഇന്നേക്ക് 2500 വർഷങ്ങൾക്ക് മുൻപ് സദാം ഹുസൈൻ്റെയൊക്കെ വല്യപ്പനായിരുന്ന നെബുക്കദ്നേസർ ഇറാഖിലെ ബാഗ്ദാദിൽ നിന്ന് 98 കിലോമീറ്റർ അകലെയുള്ള ബാബിലോണിൽ ദൂര സമഭൂമിയിൽ ഒരു സ്വർണ്ണ ബിംബം ഉണ്ടാക്കി. എന്നിട്ട് ഒരു പ്രതിഷ്ഠോത്സവം, ഒരു ആരാധനാ ഉത്സവം വിളിച്ചുകൂട്ടി. രാജ്യത്തിലെ പ്രമുഖന്മാരെല്ലാം അവിടെ ആരാധനയ്ക്ക് വന്നു. വാദ്യഘോഷങ്ങൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ ആ പ്രതിമയുടെ മുൻപിൽ വീണ് നമസ്കരിക്കണം. അങ്ങനെ ആരാധന തകൃതിയായി നടക്കുമ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ ഈ ആരാധനയിൽ പങ്കെടുക്കാതെ അവിടെ തന്നെ 3 ചെറുപ്പക്കാർ നിൽക്കുകയാണ്. അവരുടെ പേര് ഷദ്രക്, മേശക്, അബേദ്നഗോ എന്നാണ്. അവർ ഇറാഖിലെ ഉന്നത പദവി അലങ്കരിക്കുന്നവരായിരുന്നു. ഈ രാജാവിൻ്റെ സ്നേഹം കൊണ്ട് അതൊക്കെ ലഭിച്ചതാണ്. തൻ്റെ ഉദ്യോഗസ്ഥന്മാർ തൻ്റെ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ രാജാവിന് കോപമുണ്ടായി. അവരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊരവസരവും കൂടി കൊടുക്കുകയാണ്. നിങ്ങൾ ഈ വിഗ്രഹത്തെ ആരാധിച്ചില്ലെങ്കിൽ നിങ്ങളെ തീച്ചുളയിൽ വലിച്ചെറിഞ്ഞ് കൊല്ലും എന്നുള്ള വിധിന്യായവും അവിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇതും കൂടെ കേൾക്കുമ്പോൾ ഈ ചെറുപ്പക്കാർ ഈ വിഗ്രഹത്തെ ആരാധിക്കുമെന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. പക്ഷേ ആ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ ചെറുപ്പക്കാരിങ്ങനെ പറഞ്ഞു, രാജാവേ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും അങ്ങുണ്ടാക്കിയ ഈ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. അത് ഞങ്ങളുടെ ദൈവത്തെ അപമാനിക്കുന്നതാണ്. ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ഒരു മനുഷ്യന് ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. അതൊരു സ്വർണ്ണബിംബമല്ല, ആ ബിംബത്തോട് ഉപമിക്കുവാനും കഴിയുകയില്ല. രാജാവിൻ്റെ കോപം മുഴുക്കുകയും ആ ചെറുപ്പക്കാരെ കൈകാലുകൾ ബന്ധിച്ച് ആ തീച്ചുളയിലേക്ക് വലിച്ചെറിയുന്ന ആ രംഗം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോലി പോയാലും ജീവൻ നഷ്ടപ്പെട്ടാലും സത്യദൈവത്തെ അല്ലാതെ ആരെയും ആരാധിക്കുകയില്ല എന്ന് തീരുമാനിച്ച ആ ചെറുപ്പക്കാരുടെ തീരുമാനം ചെറിയ കാര്യമല്ല. ഇത് സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് ശ്രദ്ധിക്കുക. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവീൻ. യഹോവ ഹോറേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെ സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെ സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെ സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ഇത് സർവേശ്വരനായ ദൈവത്തിൻ്റെ വചനമാണ്. സമാഗമന കൂടാരത്തിൻ്റെ കൃപാസനത്തിൽ കെരൂബുകളെ ഉണ്ടാക്കാൻ കൽപ്പിച്ച ദൈവത്തിൻ്റെ വചനം, മോശയുടെ പിച്ചള സർപ്പത്തെ സൗഖ്യത്തിനു വേണ്ടി നോക്കാൻ കൽപ്പിച്ച ദൈവത്തിൻ്റെ വചനം. പക്ഷേ ഇവിടെയൊന്നും ദൈവം ആ കെരൂബുകളെ ആരാധിക്കാനോ ആ പിച്ചള സർപ്പത്തോട് പ്രാർത്ഥിക്കുവാനോ പറയുന്നില്ല. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും
ശില്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അത് ആണിൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലും, അത് ഇഴജാതികളുടേതാണെങ്കിലും മൃഗങ്ങളുടേതാണെങ്കിലും, അത് പറവകളുടേതാണെങ്കിലും ഉണ്ടാക്കാൻ പാടില്ല. എന്തിനു വേണ്ടി? പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വേണ്ടി. അങ്ങനെയുണ്ടാക്കിയാൽ അത് ജീവനുള്ള ദൈവത്തെ അവഹേളിക്കുന്ന മ്ലേച്ഛകരമായ ഒരു പ്രക്രിയയായിട്ടാണ് വിശുദ്ധനായ ദൈവം, സത്യദൈവം, സർവേശ്വരനായ ദൈവം നമ്മോട് പറയുന്നത്. അതുപോലെ പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മറ്റുമൊക്കെ. പ്രവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ: നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിന് കീഴിലുള്ള സർവ്വജാതിക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ആകാശത്തിന് കീഴിലുള്ള ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം സമസ്ത ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും വേണ്ടി ദൈവം കൊടുത്തതാണ്. നീ അതിനെ ആരാധിക്കരുത്. നീ ആരാധിക്കേണ്ടത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഭൂമിയെയും വായുവിനെയും വെള്ളത്തെയും പർവ്വതങ്ങളെയും എല്ലാം സൃഷ്ടിച്ച സർവേശ്വരനായ ദൈവത്തെയാണ്. അങ്ങനെയെങ്കിൽ യേശുവിനെ ആരാധിക്കാമോ? അത് ശരിയാണോ? ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് പഠിപ്പിച്ച യേശു തന്നെ ആരാധിച്ചപ്പോൾ താൻ അവരെ തടയാതിരുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപ് യേശുവിനെ ആരാധിച്ച ചില രംഗങ്ങൾ നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ യേശുവിന് ഏകദേശം 2 വയസ്സ് പ്രായമുള്ളപ്പോൾ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെയും അമ്മയായ മറിയമിനെയും യോസഫിനെയും ഒക്കെ ആ വീട്ടിൽ കാണുകയാണ്. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, അവർ വീണ് അവനെ, യേശുവിനെ നമസ്കരിച്ചു. പൊന്ന്, മൂര്, കുന്തിരിക്കം കാഴ്ചവെച്ചു. ഇതിനാണ് ആരാധന എന്ന് പറയുന്നത്. ഇതൊരു ആദരവല്ല, ഇത് ആരാധനയാണ്. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, യേശുവിനെ ആരാധിച്ചു. എന്തുകൊണ്ട് ദൈവം അത് തടഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, യേശു ദൈവമായിരുന്നു, യേശു ദൈവമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറുപടി. മത്തായി സുവിശേഷം 28-9 നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ കാൽക്കൽ പിടിച്ച് വീണ് നമസ്കരിക്കാൻ നമുക്ക് വായിക്കുവാനായി കഴിയും. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിച്ച യേശു തൻ്റെ അരുമ ശിഷ്യന്മാർ തൻ്റെ കാല് പിടിച്ച് നമസ്കരിച്ച് തന്നെ ആരാധിക്കുന്ന വേളയിൽ എന്തുകൊണ്ട് തടഞ്ഞില്ല? കാരണം താൻ ദൈവമാണ് എന്നുള്ളതാണ്. മനുഷ്യർ മാത്രമല്ല, സ്വർഗത്തിലെ ദൂതന്മാർ, മൂപ്പന്മാർ എല്ലാം യേശുവിനെ ആരാധിക്കുന്ന ഒരു രംഗം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ യേശു കർത്താവ്, ക്രൂശിക്കപ്പെട്ട കർത്താവ്, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. വാക്യം 13: സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനെയും കുഞ്ഞാടിനും യേശുവിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഞാൻ കേട്ടു. 4 ജീവികൾ ആമേൻ പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശു ദൈവമാണ്, മഹാദൈവമാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. യെശയ്യാ 9:6 എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് വിളിച്ച് കർത്താവിനെ ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന തോമസ് അപ്പോസ്തലനെ നമ്മൾ പുതിയ നിയമ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം, യേശുവിനെ ആരാധിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം, യേശുവിനോട് പ്രാർത്ഥിക്കണം. ആരെ ആരാധിക്കരുത്? ആരോട് പ്രാർത്ഥിക്കരുത്? മനുഷ്യരെ ആരാധിക്കരുത്, മനുഷ്യരോട് പ്രാർത്ഥിക്കരുത്. ദൂതന്മാരെ ആരാധിക്കരുത്, ദൂതന്മാരോട് പ്രാർത്ഥിക്കരുത്. പിശാചുക്കളെ ആരാധിക്കരുത്, പിശാചുക്കളോട് പ്രാർത്ഥിക്കരുത്. അതിനു പകരമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ, മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശുവിനെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം, നമസ്കരിക്കണം. അപ്പോൾ നിങ്ങളുടെ ആരാധന സത്യദൈവാരാധനയായി മാറും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോട് ആയിരിക്കും. വഞ്ചിക്കപ്പെടരുത്. സത്യദൈവത്തെ സ്വീകരിക്കുക, സത്യദൈവത്തെ നമസ്കരിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സത്യദൈവം ആരാണെന്നറിഞ്ഞ് ആ ദൈവത്തെ ആരാധിക്കാനും ആ ദൈവത്തോട് പ്രാർത്ഥിക്കാനുമുള്ള കൃപ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നൽകുമാറാകണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.